16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മുഹസിന് 34 വോട്ടുകൾ ലഭിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് BJP അംഗങ്ങൾ വിട്ടുനിന്നു. ശ്രീ മുഹമ്മദ് മുഹസിന് 34 വോട്ടും ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി LDF. ഇന്ധനവില ഉയരുമ്പോഴും സെസ് ഒഴിവാക്കാത്തത് സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. KN ബാലഗോപാൽ നോട്ടീസ് നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ ആരംഭിക്കും. അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ രാജ്, എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ എത്തുന്നു. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ വോട്ടിങ്ങിലെ ഈ എണ്ണക്കുറവ് അതെന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? രുചീഷ്, 99 സീറ്റ് നേടിയാണ് UDF നിന്നുള്ള ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിനകത്ത് 101 വോട്ടാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടിയത്. അന്ന് പ്രോട്ടൈം സ്പീക്കറായിരുന്ന G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ബാക്കി UDF ലഭിക്കേണ്ട 101 വോട്ടുകളും അന്ന് ലഭിച്ചു. ഇന്ന് പക്ഷേ 2 വോട്ടുകളുടെ കുറവ് UDF വന്നിട്ടുണ്ട്. ഒരു വോട്ട്, അതായത് 35 വോട്ടാണ് LDF പക്ഷേ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന് 34 വോട്ട്. അങ്ങനെ 3 വോട്ടുകളുടെ കുറവ് ഉണ്ട്. ഈ 3 പേരും ഇന്ന് അവധി ആയതിനാലാണ് വോട്ട് രേഖപ്പെടുത്താതിരുന്നത്. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, CK ഹരീന്ദ്രൻ, ഈ 3 അംഗങ്ങളാണ് ഇന്ന് നിയമസഭയിൽ എത്താത്തത്. ആ അംഗങ്ങളുടെ അസാന്നിധ്യമാണ് ആ 3 വോട്ടുകളുടെ കുറവിന് കാരണം. അതോടൊപ്പം തന്നെ BJP 3 അംഗങ്ങളുള്ള BJP തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സ്പീക്കർ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്ന് അറിയിച്ചു. ഏതെങ്കിലും തരത്തിൽ വോട്ട് മാറുകയോ അസാധുവാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള ആളുകളുടെ അസാന്നിധ്യമാണ് 3 വോട്ടുകൾ കുറച്ചത്. അതല്ലാതെ 99 സീറ്റ്, അതായത് വോട്ട് UDF ഇന്ന് ഇവിടെയുള്ള അംഗങ്ങളുടെ, തിരുവഞ്ചൂരിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അംഗങ്ങളുടെ മുഴുവൻ വോട്ടും തിരുവഞ്ചൂർ ഷാനിമോൾ ഉസ്മാന് ലഭിച്ചിട്ടുണ്ട്. LDF നിന്നുള്ള 34 അംഗങ്ങൾ, CK ഹരീന്ദ്രൻ മാത്രം ഇന്ന് അവധിയാണ്. ബാക്കി 34 വോട്ട് മുഹമ്മദ് മുഹസിന് ലഭിച്ചു. അങ്ങനെ വോട്ടുകൾ അസാധുവാവുകയോ ഏതെങ്കിലും തരത്തിൽ മാറുകയോ ചെയ്തിട്ടില്ല. ലഭിക്കേണ്ട അത്രയും വോട്ടുകൾ തന്നെ ലഭിച്ചാണ് ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥിക്ക് 34 വോട്ടുകൾ. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. BB ഗോപകുമാർ മത്സരിച്ചിരുന്നു. ഇത്തവണ പക്ഷേ BJP മത്സരിക്കുകയോ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളോ ആയിട്ടില്ല. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ശരി അർജുൻ, എന്തായാലും ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം 31 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി വരുന്നത്. എന്തായാലും ഇനി മുതലാണ് ഈ നിയമസഭയിലെ പോരാട്ടങ്ങളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നത്. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് LDF. ഇന്ധനവില ഉയരുമ്പോഴും സെസ് ഒഴിവാക്കാത്തത് സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മഹേഷ് ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മഹേഷ് ചന്ദ്രൻ, ഇനി ഇതുവരെയുള്ളതൊക്കെ നിയമസഭയുടെ സാധാരണ നടപടിക്രമങ്ങളാണ്. ഇനിയാണ് ഈ ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി പ്രതിപക്ഷത്തിന്റെ നീക്കം ഉണ്ടാവുക. ഏതായാലും ആദ്യത്തെ അടിയന്തര പ്രമേയം അത് വിലക്കയറ്റത്തെ സംബന്ധിച്ചാണ്. റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സഭ അത് പരിഗണിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറഞ്ഞു. പെട്രോളിയം വില വർധനവ്, അതുമൂലം ഹോട്ടൽ പാചകവാതക വില വർധനവ്, തന്മൂലം ഹോട്ടൽ വ്യവസായത്തിലൊക്കെ ഉണ്ടായ പ്രതിസന്ധി, എല്ലാ സാധനങ്ങൾക്കും തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ച സാഹചര്യം, ഇതിൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്നത് ആരോപിച്ചായിരുന്നു ഈ അടിയന്തര പ്രമേയ നോട്ടീസ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സമ്മതിച്ചു. അതേസമയം മെയ് 15 മുതൽ 4 തവണയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഒരു അനിശ്ചിതാവസ്ഥയാണ്. ഇക്കാര്യത്തിൽ വില ഇനിയും കൂടുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇടപെടൽ നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് CPM നിയമസഭാ കക്ഷി ഉപനേതാവായ KN ബാലഗോപാൽ സംസാരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിശ്ചയിച്ചാൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമെന്ന് ഉറപ്പാണ്. എന്തായാലും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.